നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ്. ഒരു സിംഗിൾ റൈസ് എന്ന് പറയാം. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം. കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ആദ്യം നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കുക്ക്ഡ് റൈസ് ആണ്. ബസ്മതിയോ പച്ചരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഉപ്പിട്ട് വേവിച്ച് 5 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ മഷ്റൂം വേണം. ബട്ടൺ മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ കഴുകി വെച്ചതാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള 2 സവാള എടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ഒരു അരപ്പ് പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ തേങ്ങയുടെ കൂടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളകും ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നീളത്തിലാണ്, ഇപ്പോൾ മഷ്റൂം ആണെങ്കിലും കട്ട് ചെയ്യുന്നത് നീളത്തിലാണ്. മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും ഉണ്ടാവില്ല, ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ സവാളയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ടു മിക്സിയുടെ ജാറിൽ. ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഒരു പാൻ വെച്ചു. ഇനി ഓയിൽ, വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ഒഴിച്ച് ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുമല്ലോ, ചെറുതായിട്ട് അതിൻ്റെ കളർ മാറാൻ പോകുന്ന പോലെ ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോറ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയ്ക്കും അതുപോലെ മഷ്റൂമിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇടുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട, മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പം ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് കണ്ട നല്ല വെള്ളം വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പം വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ ഇതാ നമ്മൾ കുക്കായി വന്നിട്ടുണ്ട്. കണ്ട അതിൻ്റെ ആ ഒരു അളവൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു. സവാളയും അതുപോലെ തന്നെ മഷ്റൂമൊക്കെ നല്ല വാടി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 5 കപ്പാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, വേവിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 5 കപ്പ് എനിക്ക് കറക്റ്റായിരുന്നു, അപ്പോൾ ഞാൻ അത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് 1/2 കപ്പിൻ്റെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അഥവാ എരിവ് കുറവാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യണം കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂം റൈസ്, സ്പെഷ്യൽ മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു തൈരോ അല്ലെങ്കിൽ പിക്കിളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം മഷ്റൂം ഒന്നും വേവാൻ വേണ്ടി അധികം സമയം പോലും ആവശ്യമില്ല. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.